വടകരയിൽ നിന്ന് മാറുന്നതിൽ പ്രയാസമുണ്ടെന്ന് കെ മുരളീധരൻ എം പി. താനുമായി ഇഴുകിച്ചേർന്ന മണ്ഡലമാണ് വടകരയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു. തൃശ്ശൂരിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കേരളത്തിൽ 20 സീറ്റും UDF നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവച്ചു. തീർച്ചയായിട്ടും ഇഴുകിച്ചേർന്നൊരു സ്ഥലമാണല്ലോ 5 കൊല്ലമായിട്ട്. അതുകൊണ്ട് അതിലൊരു പ്രയാസമുണ്ട്. എങ്കിലും ഷാഫിയുടെ കൈകളിൽ വടകര ഭദ്രമാകും, അക്കാര്യത്തിൽ സംശയമില്ല. മനസ്സ് വടകരയിൽ ഷാഫിയോടൊപ്പം ഉണ്ട്. വിവരങ്ങളുമായി ഗോകുൽ ചേർന്നുണ്ട്. ഗോകുൽ, വടകരയിൽ നിന്ന് പോകുന്നതിനുള്ള പ്രയാസം, ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം പറയുമ്പോഴും പത്മജ വേണുഗോപാലിലൂടെ BJP മുന്നോട്ട് വെച്ച പത്മവ്യൂഹം അതുതന്നെയാണ് വടകരയിൽ നിന്ന് മുരളീധരന് തെറിക്കേണ്ടി വന്നത്. എന്തായാലും അതിൻ്റെ അമർഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ആ വൈകാരികതയിലൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് മുരളീധരൻ്റെ മറ്റു പ്രതികരണങ്ങളായി വന്നത്? ഒപ്പം ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് എത്തുമ്പോൾ കോഴിക്കോടെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? അത് തന്നെയാണ് ഉമേഷ്. പത്മജയുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരെ ചുറ്റും MPമാരെ എല്ലാവരെയും മത്സരിപ്പിക്കാം എന്നും മാസങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനങ്ങളൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഈ മണ്ഡലം മാറ്റത്തിൽ ഈ മിനിയാമായിരുന്നു ഇത്തരത്തിൽ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പരീക്ഷിക്കണം എന്ന രീതിയിലുള്ള ഒരു ഫോൺ കോൾ കെ മുരളീധരന് വന്നതായി അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സീറ്റിൽ പ്രചാരണം തുടങ്ങിയ ശേഷം പിന്മാറേണ്ടി വന്നതിനുള്ള അതൃപ്തിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന് വേണ്ടി 2 ലക്ഷത്തോളം പോസ്റ്ററുകളും 1000കണക്കിന് ബോർഡുകളൊക്കെ അടിച്ചിരുന്നു. അതിനെപ്പറ്റി കെ മുരളീധരൻ തന്നെ പറഞ്ഞത് പാർട്ടി ഫണ്ടുകളൊന്നും ലഭിച്ചു തുടങ്ങിയിരുന്നില്ല, തന്റെ കയ്യിൽ നിന്ന് തന്നെ പണമിറക്കിയിട്ടാണ് താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ്. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ ആകെ അടിയിലെത്തിയത് മൂലം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയുള്ള ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്നോട് ആലോചിക്കാതെ തന്നെ തൃശ്ശൂരിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തി എന്ന രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പരാതി പറയുകയുണ്ടായിരുന്നു. വടകരയിലുള്ള വിജയപ്രതീക്ഷ തൃശ്ശൂരിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മുൻപും നേമത്ത് രാജഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി കെ മുരളീധരൻ നേമത്തേക്ക് പോയ സമയത്ത് അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതേ പേടി കെ മുരളീധരൻ ഈ സമയത്തുണ്ട്. കാരണം BJP 100% വിജയപ്രതീക്ഷ പുറത്തിക്കൊണ്ട് നാളുകൾക്ക് മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂര്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് പോകാൻ കെ മുരളീധരന് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. ആ താല്പര്യമില്ലായ്മ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു. കാരണം സാധാരണ ഗതിയിൽ എല്ലാ ദിവസവും രാവിലെ മാധ്യമ പ്രവർത്തകർക്ക് ബൈക്ക് തരുന്ന പതിവായിരുന്നു കെ മുരളീധരൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം അതിന് വഴങ്ങിയിരുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ അവസാനഘട്ട പട്ടിക വരുന്നത് വരെ വടകരയിൽ ഒരുപക്ഷെ തന്നെ നിലനിർത്തിയേക്കാം, അതിർത്തി അംഗീകരിച്ചുകൊണ്ട് നിലനിർത്തിയേക്കാം എന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു കെ മുരളീധരന്റെ ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ BJPയുടെ ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ വീണുപോയി വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ മനസ്സോടെ പോകേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ഒരു വടകരയിലെയും തൃശ്ശൂരിലെയും കോൺഗ്രസിന്റെ UDF വിജയപ്രതീക്ഷയ്ക്ക് എന്തായാലും പത്മജ തീർത്ത പത്മവ്യൂഹം മറികടക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മുഴുവൻ പൊളിച്ചെടുക്കേണ്ടി വന്നു. അങ്ങനെ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നു. അതിൻ്റെ നീരസവും പ്രതിഷേധവും ഒക്കെ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ അലയടിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമാണെങ്കിലും ഒപ്പം കെ മുരളീധരനാണെങ്കിലും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ പ്രതിസന്ധിയിലേക്കും കോൺഗ്രസ് പോകുമെന്നതിൽ തർക്കമില്ല.